ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് പനീർ വെച്ചിട്ടൊരു ഈസി ആയിട്ടുള്ള ഹെൽത്തി സാൻഡ്വിച്ച് തയ്യാറാക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കാവുന്നതാണ്. വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. നമുക്കിത് സ്നാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം കാലറി കുറച്ച് കൂടുതലാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഒരു മെയിൻ മീലായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കാലറി ഡീറ്റെയിൽസും ഫുൾ ഇൻഗ്രീഡിയൻറ്റ് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. വെളുത്തുള്ളി ഇപ്പോൾ ജസ്റ്റ് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗണിഷ് കളർ ആവുന്നവരെ വഴറ്റണ്ട, ജസ്റ്റ് ഇതൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ നമ്മുടെ സവോള ഇപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ പൊടികളൊക്കെ വഴണ്ട് നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 100 ഗ്രാം പനീർ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ഞാൻ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് പനീർ ഒരു 4-5 മിനിറ്റോളം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എരിവ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചേർക്കുക. എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ളതാണ് ഇഷ്ടം. ഇനി നമുക്കിതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പനീർ നന്നായിട്ട് വഴണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. വീറ്റ് ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ബട്ടർ യൂസ് ചെയ്യേണ്ട, കുറച്ച് മതി. കാരണം നമ്മൾ ഇത് വെയിറ്റ് ലോസ് ഉദ്ദേശിച്ചായത് കൊണ്ട് ഒരുപാട് ബട്ടർ യൂസ് ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ ബട്ടറൊക്കെ നന്നായിട്ട് ഇപ്പോൾ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ പനീർ മസാല മിക്സ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മറ്റ് സ്ലൈസും കൂടി ഇതിൻ്റെ മുകളിൽ വയ്ക്കുക. പാനിൽ ഞാനിവിടെ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. ബട്ടർ ഒന്ന് ഉരുകി വരട്ടെ. വളരെ കുറച്ച് ബട്ടർ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മുകളിലത്തെ ഭാഗത്തും കൂടെ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ബട്ടറിൻ്റെ അളവ് കൂടുന്തോറും കാലറിയും കൂടും. അതുകൊണ്ട് വളരെ കുറച്ച് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡും കൂടെ ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് ടോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പനീർ വീറ്റ് ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർക്ക് ഒരു വെറൈറ്റി ആയിട്ടൊരു ഡിഷ് വേണമെന്നെങ്കിൽ ഇത് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ മസാല കൂട്ടിൽ നമുക്കൊരു 5 സാൻഡ്വിച്ച് വരെ ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണേ തയ്യാറാക്കി കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കാലറി ഡീറ്റെയിൽസും ഇൻഗ്രീഡിയൻറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്തതിന് നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻസിലൂടെയും മെയിലിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഹെൽത്തി റെസിപ്പീസിനായി കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു ഹെൽത്തി ടേസ്റ്റി ഹോം മെയ്ഡ് റെസിപ്പിയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.